പാലക്കാട് എം.എൽ.എയും യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ നേതാവുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം നിരവധി പെൺകുട്ടികളെ ക്രൂരമായി പീഡിപ്പിച്ചതിൻ്റെ നിരവധി തെളിവുകളും വാർത്തകളും നേരത്തെ പുറത്തു വന്നിരുന്നു. ആ ഘട്ടത്തിലെല്ലാം അയാളെ പൂർണ്ണമായും സംരക്ഷിക്കാനും അയാൾക്കാവശ്യമായ സംരക്ഷണ കവചം ഒരുക്കാനും കോൺഗ്രസിൻ്റെ നേതൃത്വം തയ്യാറായി എന്നുള്ളതാണ് നമുക്ക് മുമ്പിലുള്ള അനുഭവം. എന്നാൽ ഗത്യന്തരമില്ലാത്ത ഒരു നില വന്നപ്പോഴാണ് മുഖമെനുക്കാൻ വേണ്ടി ഞങ്ങളിതാ പുറത്താക്കിയിരിക്കുന്നു എന്ന ഒരു പ്രഖ്യാപനം അവർ നടത്തിയത്. അങ്ങനെ കോൺഗ്രസ് പുറത്താക്കി എന്ന് പറയുമ്പോഴും കോൺഗ്രസിനെ ഇത് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രൈം സിൻഡിക്കേറ്റ് ഉണ്ട്. ആ കോൺഗ്രസിനെ നയിക്കുന്ന ക്രൈം സിൻഡിക്കേറ്റ് അത് രാഹുൽ മാങ്കൂട്ടം അടങ്ങുന്ന സിൻഡിക്കേറ്റാണ്. അവരാണ് കോൺഗ്രസിൽ ആര് KPCC പ്രസിഡന്റ് ആവണം, ആര് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാവണം, ആര് ഏതെല്ലാം ചുമതലകൾ വഹിക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത്. കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം മുതിർന്ന നേതൃത്വത്തിന് ഇവരോട് ഈ ക്രൈം സിൻഡിക്കേറ്റിൻ്റെ തീരുമാനങ്ങളോട് എതിർപ്പുണ്ടെങ്കിലും അവരെല്ലാം നിശബ്ദരാക്കപ്പെട്ട അവസ്ഥയായിരുന്നു. നിസ്സഹായരായി ഇവരെടുക്കുന്ന തീരുമാനങ്ങൾക്ക് വെറുതെ സമ്മതം മൂളുന്ന ആളുകളായി ഒരു വിഭാഗം കോൺഗ്രസ് മാറി. ഈ ക്രൈം സിൻഡിക്കേറ്റിന് കേരളത്തിൽ ഇന്ന് നേതൃത്വം കൊടുക്കുന്നത് ഷാഫി പറമ്പിൽ MP ആണ്. അപ്പോൾ ഷാഫി നേതൃത്വം കൊടുക്കുന്ന ക്രൈം സിൻഡിക്കേറ്റ് അവരുടെ ഓരോ ചെയ്തികളും പുറം ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ബലാത്സംഗ കേസിൽ ഈ MLA അകത്തായി. അതിനെ തുടർന്ന് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത ചില വാർത്തകൾ നോക്കിയാൽ എത്രമാത്രം ക്രൂരമായ നിലയിലാണ് അദ്ദേഹം ഈ ഇത്രയും നാൾ ഇവിടെ പല ചെയ്തികളും കാണിച്ചു കൂട്ടിയിട്ടുള്ളത്.